ലാൽ സലാം. എമ്പുരാനെ പൂട്ടാൻ വന്നവന്മാർ എമ്പുരാന് നൽകുന്നത് അതിഗംഭീരമായ പ്രൊമോഷനാണ്. എന്താണേലും ഇക്കുറി ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. നമുക്ക് കാണാൻ കഴിഞ്ഞ കാര്യവും അതുതന്നെയാണ്. സുരേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സമരത്തിന് ഒരുങ്ങുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, മലയാള സിനിമയ്ക്ക് ജൂൺ മുതൽ കടുത്ത നിയന്ത്രണങ്ങളും കടുത്ത സമരങ്ങൾ മുറകളുമായി അവർ വരുമെന്ന് പറഞ്ഞുവെങ്കിൽ ഇതിന് മുന്നോടിയായി എമ്പുരാനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് സൂചനാ പണിമുടക്ക് അവർ പ്രഖ്യാപിക്കുകയുണ്ടായി. അതായത് സിനിമ റിലീസ് ചെയ്യുന്ന അന്ന് സൂചന പണിമുടക്കുണ്ടാകുമെന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ദ്രോഹമായിരിക്കും അങ്ങനെ ചെയ്യുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. ഒരു സിനിമ മാസങ്ങൾക്ക് മുമ്പ് അനൗൺസ് ചെയ്യുന്നു അതിൻ്റെ റിലീസ് തീയതി, എന്നിട്ട് ആ ഒരു ദിവസം കൊണ്ടേ ഒരു സമരം വെച്ച് തിയേറ്ററുകൾ തുറക്കുന്നില്ലെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചോളുക. അപ്പോൾ ആരാണ് സിനിമയെ തകർക്കാൻ ശ്രമിക്കുന്നത്? സാധാരണ കാണുന്ന പ്രേക്ഷകരാണോ അതോ സിനിമയ്ക്കകത്തിൽ ഉള്ളവർ തന്നെയാണോ? ആ ഒരു കാര്യം ചിന്തിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു കാര്യത്തിൽ മനസ്സിലാവുന്ന കാര്യവും അങ്ങനെ തന്നെയാണ്. ഇവിടെ പലരും ഫാൻ ഫൈറ്റും കാര്യങ്ങളുമൊക്കെ നടത്തി, അത് സാധാരണ ആളുകൾ മാത്രമാണ്. ഇവിടെ ഓരോരുത്തർക്കും ഓരോ വ്യക്തിക്കും എന്തും ചെയ്യാനുള്ള, എന്തും എന്നല്ല, അവനവന് ഉതകുന്ന നിയമത്തിന് കീഴിലുള്ള എന്തും ചെയ്യാനുള്ള അധികാരം നൽകിയിട്ടുണ്ട്. അതുതന്നെയാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ നമ്മുടെ ഭരണഘടനയിലും ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇഷ്ടമുള്ള ബിസിനസ് ചെയ്യാം, കയ്യിലുള്ള കാശ് വെച്ച് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അതായത് നിയമത്തിന് നിരക്കുന്ന അല്ലെങ്കിൽ നിയമത്തിൽ നിന്ന് പറയുന്നതിനകത്തിൽ നിന്നുകൊണ്ടുള്ള ആ ഒരു സർക്കിളിന് പുറത്തേക്ക് പോകുന്ന കാര്യങ്ങൾ മാത്രമാണ് ബാക്കി നടത്താൻ പാടില്ലാത്തത്. ഇവിടെ സിനിമ എന്ന് പറയുന്നത് കാശുള്ളവർ ചെയ്യുന്നു. വളരെ കുറച്ച് ദിവസങ്ങൾ 3-4 മാസം കൊണ്ട് 10 കോടി ഇട്ട് 100 കോടിയാക്കുന്ന ഇത്ര വലിയ ഒരു ബിസിനസ് വേറെ എവിടെയുണ്ട് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതിന് റിസ്ക് ഉണ്ടാവും. ആ റിസ്ക് എടുക്കുന്നവൻ മാത്രം വന്നാൽ മതി എന്നുള്ളത് തന്നെയാണ് എൻ്റെയും പക്ഷം. ഭൂരിഭാഗം നമ്മൾ പ്രേക്ഷകരുടെയും പക്ഷം അത് തന്നെയാണ്. നമ്മൾ നൽകുന്ന പിച്ചക്കാശ് എന്ന് തന്നെ പറയാം, 100-150 രൂപ അല്ലെങ്കിൽ 200 രൂപ കൂട്ടിവെച്ചിട്ട് കോടികളുടെ കണക്കുകൾ പറയുന്ന സിനിമാ മേഖല ഒരു കാര്യം ആലോചിക്കണം. പാവപ്പെട്ടവൻ പണിയെടുത്ത് ഉണ്ടാക്കുന്ന അവൻ്റെ ദിവസവേതനത്തിൽ നിന്ന് അവൻ കാണാൻ പോകുന്നതാണ് സിനിമ. അല്ലാതെ ഒരു പ്രൊഡ്യൂസർ പടം പിടിച്ച് ഒറ്റയ്ക്ക് പോയിരുന്ന് കണ്ടാൽ അത് പൊട്ടുകയേ ഉള്ളൂ എന്നുള്ളതാണ്. എന്താണേലും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു വലിയ സംഭവം തന്നെയാണ്. ഫ്രീ ആയിട്ടുള്ള പ്രൊമോഷനാണ് ഇന്ന് ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ എത്ര കോടികൾ ഇവർ ഇത് മുടക്കേണ്ടി വന്നതിനെയും ഈ ഒരു റേഞ്ചിലേക്ക് ജനങ്ങളിലേക്ക് എത്താൻ എന്നുള്ളതാണ്. എന്താണ് സന്തോഷമായിരിക്കുന്നു ഗോപിയേട്ട എന്ന് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾ തൊടുത്തു വെച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയ്ക്ക് ഗുണം ചെയ്യുന്നു. ഇനിയും 27-ാം തീയതി ഒരു സമരമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ആരാധകർ അല്ലെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ പ്രേക്ഷകർ പറയുകയാണ്, ഇനി ഞങ്ങൾ സിനിമ കാണുന്നില്ല എന്ന് വെച്ചാൽ ഏത് നിർമ്മാതാവ് എന്തൊക്കെ കാശുണ്ടെങ്കിലും എന്ത് സിനിമ പിടിച്ചാൽ ആര് കാണാൻ? അത്രയൊന്ന് മനസ്സിലാക്കിയാൽ മതി. നിങ്ങളും ഇതിനകത്ത് വരുന്ന ഈ പറയുന്ന നിർമ്മാതാവുമൊക്കെ പ്രേക്ഷകരിൽ വരുന്നതാണെങ്കിൽ ഞങ്ങൾ ഭൂരിപക്ഷം ആളുകൾ സിനിമ കാണുന്നില്ല എന്ന് ഒരാഴ്ച വിചാരിച്ചാൽ നിങ്ങളുടെ പല സിനിമകളും ഒന്നുമല്ലാതാകുമെന്ന് തന്നെ പറയാം. ഇവിടെ ഒരു അശ്വന്ത് കോക്ക് ഒരു റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ അത് പൊക്കിപ്പിടിക്കാനുള്ള ഒരുപാട് പേർ വരുന്നുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും ഒരു റിവ്യൂ ഇട്ടാൽ അതിനെ കുറിച്ച് പറയാനുള്ള. അപ്പോൾ ശരിക്കും സിനിമയെ നശിപ്പിക്കുന്നത് സിനിമയിൽ ഇങ്ങനെയുള്ള ആളുകൾ തന്നെയാണ്. പരസ്പരമുള്ള തൊഴുത്തിൽ കുത്ത് തന്നെയാണ്. ശരിക്കും എല്ലാവരും ഒരുമിച്ച് നിന്നാണ് സിനിമ മുന്നോട്ട് പോകേണ്ടത്. കാരണം ഇതൊരു വലിയ ബിസിനസ്സാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള ആളുകളും എന്ന് ഓർത്തു പോവുക. എന്താണേലും ഈ പ്രശ്നം ഉടൻ തന്നെ തീരും എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കാം. ഇവിടെ നമുക്ക് കാര്യങ്ങൾ ഉറപ്പിക്കാം. 27-ാം തീയതി ഒരു സമരം വന്നാൽ ആരൊക്കെ ഉണ്ടാവും കൂടെ? ഇനി നമ്മൾ അങ്ങോട്ട് ഒരു പ്രൊഡ്യൂസറിൻ്റെയും ഒരു സിനിമയും കാണില്ല. അത് മമ്മൂട്ടിയാണേലും മോഹൻലാലാണേലും ഇനി അതല്ല അമിതാഭ് ബച്ചൻ അഭിനയിക്കുന്നതാണേലും കേരളത്തിൽ ഞങ്ങൾ സിനിമ കാണില്ല എന്ന് വെക്കാൻ ധൈര്യമുള്ള പ്രേക്ഷകർ എത്ര പേരുണ്ട്? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ അഹങ്കാരങ്ങളെല്ലാം നമുക്കിവിടെ തീർത്ത് തരിപ്പണമാക്കാനും കഴിയും. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം. ലാൽ സലാം.